നമുക്ക് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ പരിശോധന നടത്തിയത്. നമ്മൾ ചെല്ലുമ്പം ഈ 3 പേരും, ഈ 2 സംവിധായകരും അവരുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഇത് കൈകാര്യം ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തവരെ പറ്റി ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തുടർ അന്വേഷണങ്ങൾ നാളെ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് ഇന്ന് ജസ്റ്റ് കിട്ടിയ വിവരത്തിൻ്റെ അതിൽ കയറി നോക്കിയതാണ്. 1.6 ഗ്രാമാണ്, 1.632 ഗ്രാം കഞ്ചാവാണ് കിട്ടിയത്, ഹൈബ്രിഡ് കഞ്ചാവ്. അപ്പോൾ അവരെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കും? ജാമ്യത്തിൽ വിട്ടവരെ. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലല്ല, ഇത് സ്മോൾ ക്വാണ്ടിറ്റി കേസ് ആയതുകൊണ്ട് ജാമ്യം കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ചോദ്യം ചെയ്യലും ബാക്കി കാര്യങ്ങൾ, ബാക്കി ഇത് പിന്നെ ഇവർക്ക് കൊടുത്തവരെ പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ തുടരന്വേഷണം നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാകും. ഈ ഷാലിഫ് മുഹമ്മദ് ആണോ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്? അയാൾ കൊണ്ടുവന്നതെന്നാണ് അവർ പറയുന്നത്. അത് കൃത്യമാണെന്ന് അറിയത്തില്ല. അത് കൊടുത്ത ആളെ പറ്റി കിട്ടിയ വിവരം നമ്മൾ തിരക്കിയാലേ ബാക്കി സത്യമാണോ എന്ന് അറിയത്തുള്ളൂ. അതിനി വേറെ ഏതെങ്കിലും വഴി കൊണ്ടുവന്നതാണോ എന്ന് അറിയത്തില്ല. അത് നാളെ മറ്റന്നാളുടെ അന്വേഷണം നടത്തും. ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്? ഇവരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നവർ തന്നെ. നിരന്തരം യൂസ് ചെയ്യുന്നവരാണ്. ഒരു 4-5 വർഷമായിട്ട് ഇവരെല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവർ ഈ സ്ഥിരമായിട്ട് ഈ ഫ്ലാറ്റിൽ കൂടാറുണ്ട്? ഫ്ലാറ്റിൽ സിനിമാക്കാരെ പലരും വരുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നേരത്തെ ഇങ്ങനെ വരുന്നുണ്ട്, ഇവരിത് യൂസ് ചെയ്യാനും മറ്റേ ഡിസ്കഷനൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷേ ഈ പരിപാടി എല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട്. മറ്റ് സംവിധായക താരങ്ങൾ ആരെങ്കിലും അത് കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്ക് ചിലർ വരുന്നതായിട്ട് അറിയുന്നുണ്ട്, കൃത്യം അറിയാത്തതുകൊണ്ട് നമുക്കിപ്പോൾ പറയാൻ ഇല്ല. അങ്ങനെ ആരും വരുന്നതെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഈ പിന്നെ തന്ന ഒരാളെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നാളെ, ഇന്ന് ഞായറാഴ്ച വൈകിട്ടും നാളെയായിട്ട് ബാക്കി അന്വേഷണം നടത്തും. സോഴ്സ് ആണോ അതല്ലാതെ ഇവർക്ക് കൊടുത്ത സോഴ്സാണ്, അതായത് ഇടനിലക്കാരനാണ് കൊടുത്തേക്കുന്നത് ഇവർക്ക്. ഇനി മെയിനാളെ ഈ നമ്മളാ കൊടുത്തവനെ പിടിച്ചാലേ മാത്രമേ മെയിനാളെ കിട്ടത്തുള്ളൂ. അതിൻ്റെ ഫോളോ അപ്പ് നടത്തുന്ന ആൾ. എന്താണ് മറ്റത്, അതായത് ഇപ്പം അറസ്റ്റ് രേഖപ്പെടുത്തി വിടാമെന്ന് മാത്രമേ ഉള്ളൂ? അത് ഇതിനകത്ത് ഈ കേസിൽ അത്രയേ ഉള്ളൂ. കാരണം പറയുന്നത് ഇത്രയും സാധനമെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ പിന്നെ ബെയിലബിൾ കേസാണ്. ജാമ്യം കൊടുത്ത് വിടേ പറ്റത്തുള്ളൂ. നമ്മൾ നടപടിക്രമം എല്ലാം കൃത്യമായിട്ട് പാലിച്ച് അവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും ഇവർ മൊഴി നൽകുന്നുണ്ട്? അവർ പറയുന്നുണ്ട്, അതിൽ ഒരാൾ പറയുന്നുണ്ട് ഇന്ന ആളാണ് നൽകിയെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തും.